എൻ്റെ ബാക്കിലേക്ക് നോക്കി ഒരുപാട് ക്യാമൽസ് എല്ലാം വന്നു നോക്കി. പക്ഷെ എന്തോരമാണ് നോക്കിയത്. പെട്ടു ഗായ്സ്, കംപ്ലീറ്റ് ഒട്ടകങ്ങൾ. അതെ, ഞാൻ ഇവിടെ നിൽക്കണ മറ്റുള്ള ഒട്ടകങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് നമുക്ക് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥയായി പോയി. നമുക്ക് വണ്ടികളൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ സൂവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ വിശാലമായിട്ടുള്ള റോഡാണ്. നമുക്ക് എവിടെയാണ് നല്ല അടിപൊളി സ്പോട്ട് എന്ന് വെച്ചാൽ അവിടെ ഇറങ്ങാം. കാണാൻ പറ്റുന്ന കാഴ്ചയൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ സമയപരിധിക്കുള്ളിൽ കണ്ടു തീർക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് ഒറ്റപ്പോക്ക്. അവിടെ ക്യാമൽ റേസിംഗ് ഉണ്ടെന്ന് കേട്ട് നമുക്ക് എന്തായാലും അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ക്യാമൽ ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ ചെറിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ക്യാമലിൻ്റെ. ഞാൻ വണ്ടി നിർത്തിയാണ്. ഒട്ടകങ്ങൾ റോഡ് ക്രോസ് ചെയ്യണം. നോക്കി ലെഫ്റ്റ് സൈഡിൽ അതുപോലെ ഒരുപാട് ഒട്ടകങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയുടെ അടുത്ത് പാർക്ക് ചെയ്യാം. വണ്ടിയോടെ പാർക്ക് ചെയ്ത് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് കുറച്ച് ഒട്ടകങ്ങൾ പോകണം. നോക്കി ഒരാൾക്ക് കൈയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ റോഡൊന്ന് ക്രോസ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ക്യാമൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോരം ഒട്ടകങ്ങളാണ്, ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട്. റോഡ് മുഴുവനും ഈ ഒട്ടകങ്ങളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എൻ്റെ ബാക്കിലേക്ക് നോക്കി ഒരുപാട് ക്യാമൽസ് എല്ലാം വന്നു നോക്കി. പിന്നെ എങ്ങോട്ടാണോ കൊണ്ടുവരണമെന്ന് അറിയില്ല. ചുറ്റിനും ക്യാമൽസാണ് നോക്കി. ഞാൻ ഈ ഒട്ടകങ്ങളുടെ നടുവിൽ നിന്ന് വീഡിയോ എടുക്കണോണ്ടേ മറ്റുള്ള ഒട്ടകങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. അവിടെ നിന്ന് വന്ന് നിൽക്കുകയാണ്. ഇതേ ഇപ്പൊ പോണുണ്ട്. എന്തായാലും വെറ്റിങ്ങളുടെ ചവിട്ട് കിട്ടാണ്ട് അങ്ങോട്ട് മാറി നിന്നേക്കാം. അടുത്ത സ്പോട്ടിലേക്ക് പോവാ. ഇപ്പൊ എങ്ങനെ റോഡ് ക്രോസ് ചെയ്ത്. ഒരുപാട് ഒട്ടകങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പെട്ടിട്ട് നമുക്ക് പോകാനും വരാനും പറ്റാത്തൊരവസ്ഥയായി പോയി. നമുക്ക് വണ്ടികളൊക്കെ കൂടി കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഒട്ടകങ്ങളെല്ലാം കൂടി എടുക്കാമെന്ന് വെച്ചാൽ സമയം പോണത് പോക്കണേ. എന്തായാലും ഞാനിവിടുന്ന് വണ്ടി എടുത്ത് അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ടേ കുറച്ചു നേരം ഇവിടെ നിൽക്കേണ്ടി വന്നു. ഈ ക്യാമൽസ് ഒക്കെ പോണവരെ അല്ലെങ്കിൽ അവറ്റിങ്ങളുടെ മേത്ത് ഇടിച്ചാലോ. ഈ അടുത്ത ക്യാമൽസ് ഇതൊക്കെ അവിടെ നിന്ന് റേസിങ് കഴിഞ്ഞ് പോണാണ്. റേസിങ്ങിന് പോണാണ് എന്താണെന്ന് അറിയില്ല. ആളുകൾ വണ്ടികൾ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ. ക്യാമലുകൾ ക്രോസ് ചെയ്യണമൊക്കെ സിഗ്നലിൻ്റെ അവിടെ നിന്ന്. പക്ഷെ എൻ്റെ പൊന്നെ ഒരു വണ്ടി കയറിപ്പോയി നോക്കി. ഭാഗ്യം നമ്മൾ സ്ലോ ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഒരു പിക്കപ്പില് ആടുകളെ കൊണ്ടുപോകണൊക്കെ, ചെമ്മരി ആടുകളെ. അപ്പൊ ക്യാമൽ റേസിങ്ങിന്റെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ ഇവിടെ വരുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു സംഭവമുണ്ട്. ഒരു മസ്ജിദ്. ആ മസ്ജിദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ചെരിഞ്ഞ മിനയാണ്. ചെരിഞ്ഞ മസ്ജിദ് എന്നും പറയും അതിന്. അപ്പൊ നമുക്ക് എന്തായാലും അതും കൂടിയും കാണാം. ഷഹാനിയ ഭാഗത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വഴിയാണ് കേട്ടോ മസ്ജിദിലേക്ക് പോകാനായിട്ട്. അപ്പൊ എന്തായാലും മസ്ജിദിന്റെ കാഴ്ചകൾ കുറച്ച് കാണാം. അവിടെ ഒരു ഗേറ്റ് കാണുന്നില്ലേ, ആ ഗേറ്റിന്റെ അപ്പുറമാണ് ഞാൻ പറഞ്ഞ മസ്ജിദ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് കേട്ടോ. ആ സെക്യൂരിറ്റി ചെക്കിങ് വേറെ ഒന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ ഐ ഡി അല്ലെങ്കിൽ പേരെന്തെങ്കിലും ചോദിക്കും, അല്ലെങ്കിൽ എങ്ങടാ പോണത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിന്റെ പേര് പറഞ്ഞാലും മതി. അപ്പം ഞാനിവിടെ വണ്ടി നിർത്തട്ടെ കേട്ടോ. അവിടെ ജസ്റ്റ് നമ്മുടെ പേര് ചോദിച്ചോളൂ, പിന്നെ എങ്ങടാ പോകണമെന്നും ചോദിച്ചോളൂ, പിന്നെ ഐ ഡി ചോദിച്ച്. അപ്പം ഐ ഡി ഒന്ന് കാണിച്ചു കൊടുത്ത് അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കാണുന്നുണ്ട് നമ്മുടെ മസ്ജിദ്. ഇവിടെ നിന്നൊക്കെ തന്നെ കാണാം മസ്ജിദ്. എൻ്റെ പ്രത്യേകതയ്ക്ക് ചെരിഞ്ഞ മിനാലെ. വണ്ടി എന്തായാലും അവിടെ പാർക്ക് ചെയ്യാം. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പള്ളിയുടെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. ഷഹാനിയ ഭാഗത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു മസ്ജിദാണ് ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽത്താനി മസ്ജിദ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഷഹാനിയിൽ വന്നാലുണ്ടല്ലേ ഈ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് എല്ലാവരും ഫോട്ടോസ് എടുക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീന ഉണ്ടല്ലോ, മീന ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. ഞാനിവിടെ വന്നപ്പോഴേക്കേ കുറെ മലയാളി ഫാമിലീസ് ഒക്കെ ഒന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ്ടായിരുന്നു ഈ പള്ളിയുടെ മുമ്പിലൊക്കെ നിന്നിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും മഗ്‌രിബ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും നിസ്കരിച്ചിട്ട് പോവാം. ഈ മസ്ജിദിൽ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സ്ഥലമായ ഓട്ടോഗ്രാഫിലേക്ക്. അപ്പൊ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് അതും കണ്ടിട്ട് നേരെ റൂമിലേക്ക് പോകാല്ലേ. ഈ പള്ളിയിലെ കാഴ്ചയും കണ്ട് ഇവിടെ തൊട്ടടുത്താണ് ഈ ഓട്ടോഗ്രാഫ് കളക്ഷൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. നമുക്ക് എന്തായാലും അവിടെ പോവാം. അതേ കാണുന്നതാണ്. സൂര്യൻ അസ്തമിക്കാറായി. സൂര്യന്റെ വെട്ടം നോക്കി, ഭയങ്കര വെട്ടോട്ടാ. അങ്ങനെ ഓട്ടോഗ്രാഫ് കളക്ഷൻ്റെ എത്തി. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ. ഇപ്പം ഞാനുണ്ടല്ലോ അൽസംറിയ ഹോട്ടൽ, അതായത് ഓട്ടോഗ്രാഫ് കളക്ഷൻ. നമ്മുടെ ആ മസ്ജിദ് ഉണ്ടല്ലോ, ആ മസ്ജിദിൻ്റെ ഇപ്പുറത്തുള്ള ഒരു സ്പോട്ടാണ്. ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോഴേക്ക് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. ഇപ്പം ഞാനവിടെ വന്നേക്കാണ്. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്
അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാമല്ലേ. ഫോട്ടോഗ്രാഫ് കളക്ഷൻ ഹോട്ടൽ അൽ സംറിയ ദോഹ എന്നത് ഖത്തറിലെ അൽ ഷഹാനി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ആഡംബര ഹോട്ടലാണ്. മാരിയോട്ട് ഇൻ്റർനാഷണലിൻ്റെ ഓട്ടോഗ്രാഫ് കളക്ഷൻ്റെ ബ്രാൻഡിൻ്റെ ഭാഗമാണിത്. അതായത് ഓരോ ഹോട്ടലിനും പ്രത്യേക ശൈലി, വിശേഷത, അന്തരീക്ഷം എന്നിങ്ങനെയുള്ള നിന്നുള്ള ഒരു യൂണിക് വൈവിധ്യമാർന്ന അനുഭവം നൽകുന്ന ലക്ഷറി ഹോട്ടലായിരുന്നു. ശാന്തമായ ഗ്രാമീണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടലിലെ സന്ദർശകർക്ക് പ്രകൃതിയുടെയും പാരമ്പര്യ ജീവിതത്തിൻ്റെ സാന്നിധ്യവും സൗകര്യപ്രദമായ താമസം, രംഗത്ത് സ്പാ, പൂൾ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ആഡംബര സൗകര്യങ്ങളും ലഭ്യമാണ്. അടുത്തുള്ള പ്രധാന ആകർഷണങ്ങൾ ഷെയ്ഖ് ഫൈസൽ ബിൻ കാസിം അൽ താനി മ്യൂസിയം, പിന്നെ അതുപോലെ തന്നെ അൽ സംറിയ ഇക്വസ്ട്രേഷൻ സെൻറ്ററും ഉണ്ട്. ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്യാനുണ്ടല്ലോ, റൂമിന് ഒരു നൈറ്റ് വരെ 450 to 650 നോർമൽ ഡേയ്സിൽ തന്നെ. പിന്നെ വീക്കെൻഡിൽ 600-800 ഖത്തർ റിയാൽ വരെയായിട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് എക്സ്ട്രീം ആക്കാം. അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താൽ റേറ്റ് ഒന്നുകൂടിയും കുറയുന്നതാണ് കേട്ടോ അവിടെ. ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് ഏരിയയാണ് ഈ കാണുന്നത്. അതിമനോഹരമായിട്ടുണ്ട് ഒരു ഗാർഡൻ, ഇവിടുത്തെ പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കണത്. എന്തോരം പ്രാവുകൾ പറക്കണം. ഈ ഏരിയയിൽ കുറെ പ്രാവുകൾ ഉണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് ലൈറ്റ് ഒക്കെ കുറവാണ് ഇപ്പൊ. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എൻ്റെ ബാക്കിലേക്കൊക്കെ ചെറിയ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അടിപൊളി. നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കിലും കൂടി ഉണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട്. നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും ബാക്കിലൊന്നും കൂടി പോകാല്ലേ. പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കാളവണ്ടി അതുപോലെ തന്നെ കുതിരവണ്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പ് അല്ലേ ഈ കാണാനായിട്ട്. കുതിരയും കാളയില്ല എന്നുള്ളൂ, പക്ഷെ അതിന്റെ മുകളിൽ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ ടയറൊക്കെ മരത്തിന്റെ ടയറൊക്കെ വെച്ചിട്ട്. അതിന്റെ അപ്പുറത്ത് തന്നെ വേറൊരു ചെറിയൊരു വണ്ടിയും കൂടി ഉണ്ട്. എനിക്ക് തോന്നുന്നു കുതിരവണ്ടിയാണോ ഇനി ഇത്. ഇവിടെ നല്ല അടിപൊളി കുതിരയുടെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പിന്നെ ഇതേ അങ്ങോട്ട് പോകുമ്പോ തന്നെ കുറച്ച് കുതിരയുടെ മറ്റേ ഇത് സംഭവം ഉണ്ടല്ലോ, ഒരാളെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒരു യോദ്ധാവാണെന്ന് തോന്നുന്നു. സംഭവം തോക്കൊക്കെ പിടിച്ചിട്ട് യുദ്ധത്തിന് പോണ ഒരു രംഗമാണ് കാണുന്നത്. സംഭവം എന്തായാലും കൊള്ളാട്ടത്. എന്തായാലും നമുക്ക് ബാക്കിലേക്ക് പോകാം. അവിടെ കുറച്ച് ഈത്തപ്പനയുടെ തോട്ടമൊക്കെ ഉണ്ട്. എന്തായാലും അതും കാണാൻ ലൈറ്റ് പോണേക്കുമ്പോൾ അവിടെ എത്താം എന്തായാലും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടുത്തെ കാഴ്ചകൾ കാണാമല്ലേ. ഈ മതിലുമേക്ക് ഒട്ടകത്തിൻ്റെയൊക്കെ പടമൊക്കെ വരച്ച് വെച്ചേക്കണൊക്കെ. നഫാൽ ഇതെന്താ സംഭവം എന്നറിയില്ല, പോയി നോക്കാം. അവിടെ അവിടെ എന്തൊക്കെയോ കെട്ടി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മരം നോക്കിയാൽ ഇല്ലാത്ത മരങ്ങൾ എന്താ സെറ്റപ്പ് അല്ലേ. ഈ കാണുന്നതാണ് കംപ്ലീറ്റ് ഈത്തപ്പന കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ നഫ എന്ന് പറയുന്നത്, മുമ്പ് ഉണ്ടായില്ലായിരുന്നു. എന്തോ പ്രോഗ്രാമിന് വേണ്ടി വെച്ചേക്കണമെന്ന് ഉണ്ടായി സംഭവം കെട്ടി വെച്ചേക്കണത്. ആ കെട്ടേക്ക് അലൗഡ് അല്ല എന്തായാലും. നമുക്ക് എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം, ഈത്തപ്പനത്തോട്ടത്തിൻ്റെ അങ്ങോട്ട് പോവാം. പക്ഷെ എൻ്റെ പൊന്നു നോക്കി, നമ്മുടെ നാട്ടിലൊക്കെ തെങ്ങുകളുടെ തോട്ടമില്ല, തെങ്ങിൻ്റെ തോട്ടമൊക്കെ ഇല്ലേ ഈ ഇവിടെയൊക്കെ പോകുമ്പോൾ, തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അതേ ഒരു ഫീലിങ്. എന്തായാലും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഈ സംഭവം. കണ്ടില്ലേ ആ വഴിയൊക്കെ നോക്കിയേ അങ്ങോട്ട് പോകാനായിട്ട്. കംപ്ലീറ്റ് ഈത്തപ്പന, പിന്നെ അതുപോലെ തന്നെ യൂക്കാലിയുടെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷെ എന്താ പറയാല്ലേ, അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കാനായിട്ട്. ഒരു പ്രത്യേക ഫീല് നിങ്ങൾ വന്ന് കാണണം, എന്നാലേ ഫീലിംഗ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല അടിപൊളി സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാം നോക്കിയോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നോക്കി. നമ്മുടെ നാട്ടിലെ പാടവും പറമ്പൊക്കെ പോലെയില്ലേ, വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ നാട്ടിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഒരു ഫീലിംഗ് ആണ് ഈ പറമ്പൊക്കെ കാണുമ്പോൾ. അതെ, അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ സൂര്യൻ അസ്തമിക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒരു ഭംഗിയാണ് നോക്കി. മുമ്പ് ഇവിടെ കുറേ മയിലുകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റണത്തിനും കാണുന്നില്ല അവിടെ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമായിരിക്കും. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി, ഇതെനിക്ക് തോന്നുന്നു യൂക്കാലിയുടെ മരം എന്ന് തോന്നുന്നുണ്ടത്. എന്തായാലും നോക്കാം നമുക്കത്. എന്തായാലും ഒന്ന് പറിച്ച് നോക്കട്ടെ, സ്മെല്ല് ചെയ്ത് നോക്കാം. ഇത് ഒരു ഇല പറിച്ച് നോക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ പറിച്ച സാധനം ഉണ്ടല്ലോ, അത് യൂക്കാലിയാണ്. യൂക്കാലിപ്സ് ഇല്ലേ, അതിൻ്റെ ഇലയാണ് ഈ സംഭവം. നല്ല സ്മെല്ല്. എനിക്ക് ഈ സ്മെല്ലൊക്കെ അടിക്കുമ്പോഴേ നാട്ടിൽ മറ്റേ ഊട്ടിയിലൊക്കെ പോകില്ലേ, അപ്പോൾ ഊട്ടിയിൽ നിന്നൊക്കെ നമ്മൾ യൂക്കാലിയുടെ ഓയിലും അതൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് കേട്ടോ. പക്ഷെ എന്തോ ഒരു യൂക്കാലിയുടെ മരമാണ് നോക്കി. മയിലുകളെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു 3-4 മയിലുണ്ട്. നമുക്കത് പോയില്ലെങ്കിൽ അത് എടുക്കാം. അത് അവിടെ തൊട്ടടുത്തുണ്ട്, എന്തായാലും എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. 3-4 മൈൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് മൈലുകളുണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് വന്നുണ്ട്. ഇതൊരു ഭംഗിയാണ് വെറ്റിങ്ങളെ കാണാനായിട്ട് തന്നെ. നമ്മുടെ നാട്ടിലെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, അതായത് പാലക്കാടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഓരോ മയിലുകളൊക്കെ റോട്ടിൽ നിൽക്കുന്നതാണ്. അതുപോലെ ഉണ്ടല്ലേ ഇതും. ഈ മരത്തിലൊന്നും ഒട്ടും ഇലകളില്ല കേട്ടോ. ഒരു കിളിയൊക്കെ വന്നിരിക്കണ നോക്കി മുകളിൽ. ഒരു മയിലവിടെ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ചെന്നപ്പോഴേക്കും അത് ഓടി ഓടി പോവുകയാണ് സംഭവം. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്, അതുകൊണ്ട് സമയം പോണതൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഭാഗത്തൊക്കെ വരണമെങ്കിൽ ഈ സ്ഥലം എന്തായാലും നിങ്ങൾ
വിസിറ്റ് ചെയ്യണം. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണത്. നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുന്നു. ഇൻഷാ അള്ളാ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ എല്ലാവർക്കും ഈ ഷഹാനിയയിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിൽക്കുക. ബെല്ലൈക്കൺ നിൽക്കുക, നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ കാണാം. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും.